ഹലോ, അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു, അൽഹംദുലില്ലാ. അപ്പോൾ ഇന്ന് പുറത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മുറ്റമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. മഴയായാൽ പിന്നെ മുറ്റത്ത് ഇറങ്ങാറില്ല കേട്ടോ, ഒന്നും ചെയ്യാറില്ല. മുറ്റടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മുറ്റടിച്ചിട്ട് വരിക എന്നല്ലാണ്ട് വേറെ ഒന്നും ചെയ്യാറില്ല. നമ്മളെ വീടിൻ്റെ ഫ്രണ്ടിലും സൈഡിലൊക്കെ നല്ല കാടായിട്ടുണ്ട് കേട്ടോ. നല്ല എന്താ പറയുക, നല്ല കാടായിട്ടുണ്ടായിരുന്നു. രാവിലെ തന്നെ അകത്തെ പണികളൊക്കെ തീർത്തിട്ടാണ് കേട്ടോ മുറ്റത്തോട്ട് ഇറങ്ങിയിട്ടുള്ളത്. കറി വെച്ചിട്ടില്ല, കറി വെക്കാനൊക്കെ വരുമ്പോൾ കൊണ്ടുവരുള്ളൂ. ചോറാക്കി, പിന്നെ ഉപ്പൊന്നും ഇവിടെ അല്ല, ഉപ്പ ഏട്ടൻ്റെ പുറകെ പോയതാണ്. ഇത് നമ്മളെ വീടിൻ്റെ ഒരു സൈഡാണ് കേട്ടോ. അങ്ങനെ ഒരു ഭാഗത്തുനിന്ന് അങ്ങനെ വൃത്തിയാക്കി, കുറച്ച് ഭാഗങ്ങൾ വൃത്തിയാക്കി തീർത്തിട്ടുണ്ട്. മഴ ഇല്ലാത്തതുകൊണ്ട് പണിയെടുക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല കേട്ടോ. ഇടയ്ക്ക് ഇങ്ങനെ വെയിൽ വരുന്നുണ്ട്. പിന്നെ രാവിലെ ചെറുതായിട്ടൊരു ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു. മഴക്കാലമായ മുറ്റത്തെ പണിയൊന്നും നടക്കൂല. പിന്നെ എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത് മുറ്റത്തൊക്കെ ഫ്രണ്ടിൽ ഭയങ്കര പായലാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ചെയ്യാനൊക്കെ ഭയങ്കര റിസ്ക്കാണ്. പിന്നെ നല്ല മഴയായിരുന്നല്ലോ ഇപ്രാവശ്യം. പിന്നെ ഭയങ്കര അട്ടയാണ്. ഇന്നിപ്പോൾ അട്ടയ്ക്ക് പെരുന്നാളാണ്. എന്താണെന്ന് വെച്ചാൽ 1-2 ഈ ഒരു ടൈം കൊണ്ട് തന്നെ എന്നെ കടിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ സൈഡ് നന്നാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇക്ക വന്നു കേട്ടോ, കറക്കി കൊണ്ടുവന്നിട്ട്. അപ്പം ഞാൻ ഐശ്വര്യമായിട്ട് കൈക്കോട്ട് കത്തി വെക്കാൻ ഏൽപ്പിച്ചു. അങ്ങനെ കുറച്ച് പിന്നെയുള്ള പണിയൊക്കെ കുറേ ആൾ തന്നെയാണ് കേട്ടോ എടുത്തു തന്നിട്ടുള്ളത്. മുറ്റത്ത് എന്ത് പണിയെടുക്കുകയാണെങ്കിലും അങ്ങനെയാണ് കേട്ടോ. തുടങ്ങാൻ ഞാൻ തുടങ്ങിയിടും, പിന്നെ തീർക്കാൻ നേരത്തെ രണ്ടാളും കൂടിയാണ് കേട്ടോ ഫുള്ളായിട്ട് തീർക്കൽ. നല്ല കാടായി കേട്ടോ ഫ്രണ്ട് വശം എന്താ പറയുക, നല്ല മറ്റേ തുളസിയൊക്കെയാണ്, കരിന്തുളസി, മറ്റേ കൃഷ്ണ തുളസി, അങ്ങനത്തതൊക്കെ. പിന്നെ ഇതിനെന്താ പറയുക, മൈസൂർ മല്ലിയോ അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി. അങ്ങനെ ഇതൊക്കെ കാട് വെട്ടി തെളിച്ചപ്പോൾ കാണാതെ പോയതിൻ്റെ ഒരുപാട് സാധനങ്ങൾ കിട്ടിക്കിട്ടോ. പിന്നെ ചെടിയൊന്നും കാണുന്ന തന്നെ അല്ലായിരുന്നു. നമ്മൾ മതിൽമക്കൂടെ 10 മണി നട്ടിരുന്നു. പിന്നെ വേറെ കറ്റാർവാഴയൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിലൊക്കെ, അത് പിന്നെ കറിവേപ്പില, അങ്ങനത്തെ സാധനങ്ങളൊക്കെ കാടൊക്കെ വെട്ടി തെളിച്ചപ്പോഴാണ് കണ്ടത്. ഈ ഒരു ടൈമായപ്പോൾ ചെറുതായിട്ട് മഴ പെയ്തിരുന്നു കേട്ടോ. അപ്പോൾ എന്താക്കി, ഞങ്ങൾ രണ്ടാളും പോയിട്ട് ഫുഡ് കഴിച്ചു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ മഴയൊക്കെ ഒന്ന് ചെറുതായിട്ടേ പെയ്തിട്ടുള്ളൂ ആ ടൈമിൽ. പിന്നെ ഞങ്ങൾ പണി തീർത്തതിൻ്റെ ശേഷം നല്ലൊരു മഴയൊക്കെ പെയ്തു കേട്ടോ. അങ്ങനെ ഫുഡ് കഴിച്ച് വന്നിട്ടാണ് പിന്നെ വേസ്റ്റൊക്കെ വാരിയിട്ടതൊക്കെ അതിന് ശേഷമാണ്. ഈ ചെടിയൊക്കെ നട്ടപാട് കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. നല്ല ഇലയൊക്കെ തിക്കിൽ വന്നിട്ട്, പിന്നെ 2 കളർ മിക്സായിട്ടാണ് അതിലുള്ളത്, വൈറ്റും റോസും. അത് രണ്ടും മിക്സായിട്ട് പൂ വിരിയുമ്പോൾ നല്ല രസമായിരുന്നു കാണാനൊക്കെ. കുറേ ചെടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ. പക്ഷെ ഇപ്പോൾ ഒന്നുമില്ല. എന്താണെന്ന് വെച്ചാൽ കോഴിക്കളെ വാങ്ങിയതിൻ്റെ ശേഷം ഫുള്ള് നടുന്ന ചെടികളൊക്കെ കോഴികൾ തിന്നാണ്. പിന്നെ മറ്റേ ഡയാന്തസൊക്കെയാണ്, അങ്ങനത്തെ ചെടികളൊക്കെയാണ് കൂടുതലുള്ളത്. അതിൻ്റെ ലീഫ് കോഴിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പുല്ല് പോലെ ഉള്ളതല്ലേ. അതൊക്കെ ഫുള്ള് തിന്നിട്ട് അങ്ങനെ ഒരുപാട് ചെടികളുണ്ടായിരുന്നു, അതൊക്കെ പോയി. ഇനി ഇൻഷാ അല്ലാഹ് നടണം. അങ്ങനെ ഈ ഒരു ടൈം ആയപ്പോഴേക്കിന് ഏകദേശം പണികളൊക്കെ തീർന്നു കേട്ടോ. ഞാൻ എന്താ പറയുക, മുറ്റടിച്ച് വരിക്കൊണ്ടിരിക്കുമ്പോൾ കണ്ടതാട്ടത് ഇങ്ങനെ എന്താ പറയുക, പൂമ്പാറ്റ ഇങ്ങനെ വന്നിരിക്കുന്നത്. അതൊരു പൂച്ച അതിനെ പിടിക്കാൻ പോവുകയും ചെയ്തു. ഞാനതിനെ രക്ഷപ്പെടുത്തിക്ക്, പിന്നെ അതിന് കൊടുത്തില്ല. എന്താ പറയുക, പാവം തോന്നാം. പിന്നെ അങ്ങനെ പണിയൊക്കെ ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇന്നത്തേത് ഫുള്ളായി കഴിഞ്ഞ് ഇനി കുറച്ച് ഓരോന്ന് ചെയ്താൽ മതിയല്ലേ. ചെടിയൊക്കെ വൃത്തിയാക്കൽ അങ്ങനത്തെ പണിയൊക്കെ നമുക്ക് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. ഇടയ്ക്കിടയ്ക്ക് ചെയ്യുമ്പോൾ അത്ര വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നില്ലല്ലോ. പിന്നെ അങ്ങനെ ഏകദേശം എല്ലാ പണിയും തീർന്നിട്ട് ഇപ്പം മുറ്റൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. എന്താ പറയുക, നല്ല രസമുണ്ട് കാണാൻ. എന്താ പറയുക, നമുക്കൊരു മനസ്സമാധാനം എന്നൊക്കെ പറയില്ലേ. മറ്റേത് ഇങ്ങനെ കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. പിന്നെ മഴ കുറച്ച് കുറയട്ടെ വിചാരിച്ചിട്ടാണ് ഒന്നും ചെയ്യാതിരുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ.